അച്ഛൻ പോവാണോ? ഞാൻ ഇറങ്ങിയ. സൂക്ഷിക്കണം അച്ഛ. ഹരിതയുടെ വീട് അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ വീടും പരിസരവും ശരിക്കും തിട്ടമുണ്ടാവില്ല. ആ സ്ഥിതിക്ക് രാത്രിയിൽ എങ്ങനെ അമ്മയുടെ മുറി കണ്ടുപിടിക്കുന്നത്? ചന്ദ്രികയെ കാട്ടിത്തന്നതും അവളോട് പ്രണയം തോന്നിച്ചതും അവളെ എന്റെ മനസ്സിന്റെ ഉടമയാക്കി തീർത്തതുമൊക്കെ മുകളിലിരിക്കുന്ന ഒരാളല്ലേ. പുള്ളിക്കാരന് എല്ലാ കാര്യത്തിലും ഒരു തിട്ടവും കണക്കും ഒക്കെ ഉണ്ട്. പിന്നെ അമ്മയെ പോയി കാണണമെന്ന് എനിക്ക് ധൈര്യം തന്നത് എന്റെ മരുമോളല്ലേ. ആ ധൈര്യവും കൂട്ടിനുണ്ടല്ലോ. ചന്ദ്രുവിന്റെ മുറി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പോയിട്ട് വരാൻ മോളെ. വിശ്വാസ അച്ഛനെ രക്ഷിക്കട്ടെ. ആദ്യമായിട്ടാ ഇങ്ങനൊരു വാർഷികാഘോഷം. ഞാനും എന്റെ ചന്ദ്രുവും മാത്രം തമ്മിൽ കാണുന്നു. അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച ദിവസത്തെ ഓർത്തെടുക്കാൻ ഇതുപോലൊരു ഒളിച്ചു കാണലാ നല്ലത്. എങ്കിലേ പഴയ വിപ്ലവ പ്രണയത്തിന്റെ ഒരു വൈബ് കിട്ടും. അച്ഛാ, അച്ഛന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടാ പ്രകാശൻ ഉണരും. പിന്നെ പ്രശ്നമാകും. അതറിയാവുന്നതുകൊണ്ട് സന്ധ്യാസമയത്തെ ഞാൻ സ്കൂട്ടർ പുറത്തിറക്കി വെച്ചു. അതേതായാലും നന്നായി. അച്ഛൻ തിരികെ വരുമ്പോ വിളിക്കാനും ബെല്ലടിക്കാനും ഒന്നും നിക്കണ്ട. താക്കോല് ദേ ആ ജനല് തുറന്ന് പടിയിൽ വെച്ചേക്കാം. അതിനും മോള് ബുദ്ധിമുട്ടണ്ട. ഒന്ന് കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും കൊതിച്ചിരിക്കായിരുന്നു. ഞാനും പകല് മുഴുവൻ ഞാൻ മാധവേട്ടനെ കാത്തിരുന്നു. അറിയാൻ ചന്ദ്രു, ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാ പ്രകാശ് വന്ന് എന്നെ തടഞ്ഞത്. ചന്ദ്രുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് വാക്ക് തന്നിട്ട് പ്രകാശം പുറത്തേക്ക് പോയി. നിന്നെയും കൂട്ടി പ്രകാശം വരുന്നതും നോക്കി ഞാനും ഏറെ നേരം കാത്തിരുന്നു. ഒടുവില് നിന്നെ കൂട്ടാതെ പ്രകാശം വന്നു. മാധവേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് പ്രകാശം വരുമെന്ന് കരുതി ഞാനും കാത്തിരിക്കായിരുന്നു. പ്രകാശം വന്നില്ല. പ്രകാശൻ ഇങ്ങോട്ട് വരുന്ന വഴി വെച്ച് മനോജിനെ കണ്ടെന്നും ഹരിത നിന്നെ പുറത്തുവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും മനോജ് പറഞ്ഞത്രേ. അതുകൊണ്ടാ നിന്നെ കൂട്ടാതെ മടങ്ങി വന്നതെന്നാ പ്രകാശം പറഞ്ഞത്. അതൊക്കെ കള്ളോ മാധവേട്ട. നമ്മൾ തമ്മിൽ പരസ്പരം കാണരുതെന്ന് നമ്മുടെ മക്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മാധവേട്ടനോടൊപ്പം പഴയ ചന്ദ്രികയായി കുറച്ചു നേരം നമ്മുടെ മാത്രമായ ഒരു ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള മോഹം നമ്മുടെ മക്കളെ തകർത്തു കളഞ്ഞു. നമുക്കിടയില് മക്കളും മതിലുകൾ തീർത്തിരിക്കുന്നു. അത് തെറ്റായിപ്പോയെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണമെങ്കിൽ അവർക്കും ഭാര്യമാർക്കും
ഇതുപോലെ വയസ്സാവണം. അവരുടെ മക്കൾ ഇതുപോലെ അവരെയും വേർപിരിക്കണം. ഞാൻ വാതില് തുറക്കാം. മാധവേട്ടനകത്തേക്ക് കയറുക. അത് വേണ്ട ചന്ദ്രു. മനോജും ഹരിതയും കണ്ട അത് പ്രശ്നമാവും. ഞാൻ പുറത്തു നിന്നോളാം. എന്നാ ഞാൻ പിന്നാമ്പുറത്തൂടെ ഇറങ്ങി വരാം. എന്റെ ചന്ദ്രയുടെ ആ പഴയ മാധവേട്ട, ഹരിതയും മനോജ് ഉണർന്നിട്ടുണ്ട്. മാധവേട്ടൻ പൊയ്ക്കോ. ചന്ദ്രു, എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. മാധവേട്ട, എന്താ ഇത്? എന്താ ഇങ്ങനെ? എനിക്കറിയില്ല ചന്ദ്രു. നിന്നെ വിട്ടുപോകാൻ എന്റെ മനസ്സ് തയ്യാറല്ല ചന്ദ്രു. പോയേ പറ്റൂ. ഹരിത കണ്ട എല്ലാം തകരും. പ്ലീസ് മാധവേട്ടൻ പൊയ്ക്കോ. ശരി. മനോജ്, മനോജ്, ജഗ്ഗിലിരുന്ന് വെള്ളം മൊത്തം കുടിച്ചിട്ട് ഊർക്കം വലിച്ച് ഉറങ്ങുന്ന കണ്ടില്ലേ മുമ്പ് പറഞ്ഞ.